PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 22/11/2024 PSC നടത്തിയിട്ടുള്ള 600/2023 കാറ്റഗറി കോഡുള്ള ട്രേസർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ പരീക്ഷയുടെ PSC പ്രൊവിഷണൽ ആൻസർ കീ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആൻസർ കീ പ്രകാരം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആൽഫ കോഡ് എ ആണ് ചെയ്യണത്, പിന്നെ ബിയിൽ സി ഡി ഒക്കെ പറയാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 17 വരെയുള്ളത് 18ാമത്തെ ക്വസ്റ്റ്യൻ ഫോർ പെയിൻറ്റിങ് ഏരിയ ഷുഡ് ബി വർക്ക്ഡ് ഔട്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് 18ാമത്തെ. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് വരുത്തിയിട്ടില്ല. 20ാമത്തെ ചോദ്യം ഫോർ മെഷർമെൻറ്റ് ഓഫ് സ്റ്റോൺ വർക്ക് ഡാഷ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷാൽ ബി ഫോളോഡ്, അതും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 21 മുതലുള്ള ചോദ്യങ്ങൾക്കൊന്നും 67 വരെയുള്ളതിന് യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ impervious barrier constructed across a perennial river to raise the water level on the upstream side. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് 68ാമത്തെ ചോദ്യം. പിന്നെ 69, 70 അതിനൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ ചേഞ്ച് വന്നേക്കണത് 83ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ റേഡിയൽ സിസ്റ്റം എന്നായിരുന്നു. അതിപ്പോൾ ചേഞ്ച് ചെയ്ത് ഡെഡ് എൻഡ് സിസ്റ്റം എ ആക്കി മാറ്റിയിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ ഡി ഓപ്ഷനിൽ നിന്ന് എ ഓപ്ഷനിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ 85ാമത്തെ ക്വസ്റ്റ്യൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 86, 87 ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. 88 പിന്നെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് 92ാമത്തെയാണ്. വെൻ ദ സ്പ്രിങ് ഓഫ് എ വാച്ച് ഈസ് ബോൺ ഇറ്റ് വിൽ പൊസസ്, അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 94ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഫയൽ ഓഫ് നോട്ട് പാഡ് എന്നുള്ളത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 95, 96, 97 ചേഞ്ച് ഇല്ല. 98ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലോവസ്റ്റ് റാം ഇൻ വിച്ച് ഓട്ടോക്യാഡ് 19 വിൽ വർക്ക്, ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 99ാമത്തെ വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഡോട്ട്സ് പെർ ഇഞ്ച് വൺ ക്യാൻ പ്രിൻറ്റ് എ ഡ്രോയിങ്, അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 100ാമത്തെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്യൂ ഷോർട്ട് കട്ട് കീ ഇൻ ഓട്ടോക്യാഡ്, അതും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 9 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ഓപ്ഷൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 91-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഇനി ബി ആൽഫ കോഡുള്ളവർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസിലാണ് മാറ്റം വരുത്തിയേക്കണം നോക്കാം. അപ്പോൾ ഇവിടെ ബി ആൽഫ കോഡുള്ളവർക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 33, 34, 35 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 43ാമത്തെ ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. 45ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 68 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 70 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 72 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 74 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി സി ആൽഫ കോഡുള്ളവരുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 30 ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 32 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 34 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 48, 49, 50 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 63ാമത്തെയും 65ാമത്തെയും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഡി ആൽഫ കോഡുള്ളവർക്ക് ഇതിൽ വരുത്തിയേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 38, 39, 40 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 43ഉം 45ഉം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 60ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 67 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 69 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആൽഫ കോഡ് 4 ആൽഫ കോഡിൽ നിന്നും 9 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ച് ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ
പരീക്ഷയ്ക്ക്, അതായത് ട്രേസർ എന്നുള്ള സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയിട്ടുള്ള പരീക്ഷയിൽ ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പോൾ 91-ലായിരിക്കും ഇനി ഇതിൻ്റെ മൂല്യനിർണ്ണയം വരിക. ഒരു ക്വസ്റ്റിന് പിന്നെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങളുടെ പുതിയ സ്കോറ് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.